ഇപ്പോൾ ടി എൻ പ്രതാപൻ എം പിക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധി സൂരജ് സജയുണ്ട് തത്സമയം. तुष्टीकरण जिसको कहते हैं उस तुष्टीकरण के कारण ममता जी शेख അനുജ, തൃശ്ശൂരിലും ഈ സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിയുമ്പോൾ ടി എൻ പ്രതാപനും സജീവമാണ്. സിറ്റിംഗ് എം പി ആണ്. അദ്ദേഹം പ്രഖ്യാപനത്തിന്റെ ഇടവേള മാത്രമേ ഉള്ളൂ. സ്നേഹ സന്ദേശ യാത്ര എന്ന പേരിൽ കുറച്ച് ദിവസങ്ങളിലായി തൃശ്ശൂരിലെല്ലാം യാത്രയുമായി തൃശ്ശൂരിന്റെ എം പി സജീവമാണ്. UDF സ്ഥാനാർത്ഥിയായി എത്തും എന്ന ഉറപ്പിൽ തന്നെയാണ്. എന്തായാലും ഇപ്പോൾ ടി എൻ പ്രതാപൻ നമ്മളോടൊപ്പം ചേരുകയാണ്. അദ്ദേഹം ഈ വഴിനീളെ കാത്തു നിൽക്കുന്ന ആളുകളുണ്ട്, ഈ യാത്ര കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന കുട്ടികളുണ്ട്, വീട്ടമ്മമാരുണ്ട്. അവരെ എല്ലാവരോടും സംസാരിച്ച് അവരോട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ജാഥക്കൊപ്പം പോകുന്നതാണ്. എന്തായാലും പ്രതാപൻ നമ്മളൊപ്പം ചേരുകയാണ്. എന്തായാലും LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിരിക്കുന്നു. വലിയ ആവേശം ഇടത് ക്യാമ്പ് പ്രകടിപ്പിക്കുന്നു. എങ്ങനെയാണ് UDF ക്യാമ്പ്? UDF തൃശ്ശൂർ ജില്ലയിൽ യാതൊരു തരത്തിലുമുള്ള ആശങ്കയുമില്ല. ഇപ്പൊ ഈ സ്നേഹ സന്ദേശ യാത്ര ഇന്ന് 6ാം ദിവസമാണ്. ഇത് കണ്ടാൽ മനസ്സിലാകും ഈ ജില്ലയിലെ എല്ലാ ഗ്രാമങ്ങളിലും നഗരങ്ങളിലൂടെയും RSS BJP സംഘപരിവാർ ശക്തികൾ പടർത്തുന്ന വെറുപ്പിനെതിരെ ആളുകൾ എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ന് സുനിൽകുമാർ പറഞ്ഞത് തൃശ്ശൂര് തിരിച്ചു പിടിക്കും LDF എന്ന്. തൃശ്ശൂർ UDF കയ്യിൽ നിലനിൽക്കും. ഒരു കാരണവശാലും തൃശ്ശൂര് ആർക്കും തിരിച്ചു പിടിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഇതുപോലെയുള്ള നൂറുകണക്കിന് അമ്മമാരാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. ഉറപ്പായും. കാരണം തൃശ്ശൂർ ഒരു മതനിരപേക്ഷതയുടെ മണ്ണാണ്. അതുകൊണ്ട് തന്നെ മതേതരത്വം നിലനിർത്താൻ വേണ്ടി കോൺഗ്രസിന് വോട്ട് ചെയ്യുക എന്നുള്ളത് തൃശ്ശൂരിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ വികാരം കൂടിയാണ്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ UDF നിലനിർത്തും, ഒരു സംശയവും വേണ്ട. കഴിഞ്ഞ 5 ദിവസമായി ഗ്രാമനഗരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആബാലവൃദ്ധം ജനങ്ങൾ ജാതി മതത്തിൽ അതീതമായി ഈ സ്നേഹ സന്ദേശ യാത്രയ്ക്ക് നൽകുന്ന പിന്തുണയും ഇതിന്റെ കൂടെ അണിനിരക്കുന്നതും കണ്ടാൽ ബോധ്യമാകും തൃശ്ശൂരിലെ ജനങ്ങളുടെ മനസ്സെന്താണ്, വികാരം എന്താണെന്ന്. സുനിൽകുമാർ ഇറങ്ങിയാലും തൃശ്ശൂർ പിടിക്കാൻ പറ്റില്ല. അയ്യോ, ഒരു പ്രയാസമില്ല. ഞാൻ 3 തവണ MLA ആയ നാടാണ് തൃശ്ശൂർ, 1 തവണ MP ആയ നാടാണ്. വിദ്യാർത്ഥി പ്രവർത്തകനായി ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്കൂൾ പാർലമെന്റ് മെമ്പർ ആയാളാ. 22ാമത്തെ വയസ്സിൽ പഞ്ചായത്ത് മെമ്പർ ആയാളാ. ഈ ജില്ലയിലെ മുഴുവൻ ജനങ്ങളുടെയും മനസ്സറിയാം. രാഷ്ട്രീയത്തിന് അതീതമായി അവരെ കൂടെ നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയം മാത്രമല്ല, രാഷ്ട്രീയത്തിനപ്പുറത്ത് തൃശ്ശൂരിലെ ആളുകളുമായി ആത്മബന്ധം പതിറ്റാണ്ടുകളായുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ തൃശ്ശൂർ UDF ഉറപ്പായും നിലനിർത്തും. ഒരിക്കലും LDF തൃശ്ശൂര് പിടിച്ചെടുക്കാൻ കഴിയില്ല. എന്തായാലും UDF ക്യാമ്പിൽ ടി എൻ പ്രതാപൻ തികഞ്ഞ ആത്മവിശ്വാസത്തിലേക്കാണ്. എന്തായാലും LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിരിക്കുന്നു. ഇനി തൃശ്ശൂർ കാത്തിരിക്കുന്നത് ഔദ്യോഗികമായ മറ്റ് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനത്തിന് വേണ്ടി മാത്രമാണ്. അതെ, ഏറെക്കുറെ സ്ഥാനാർത്ഥി ചിത്രം പൂർണ്ണമായി തന്നെ തെളിഞ്ഞതാണ് തൃശ്ശൂരിൽ. സുരേഷ് ഗോപി ഒപ്പം ടി എൻ പ്രതാപൻ, VS സുനിൽകുമാർ എന്നിവർ തമ്മിലുള്ള മത്സരം കനത്ത പോരാട്ടമാകും തൃശ്ശൂരിൽ നടക്കാനിരിക്കുക എന്നതിന് ഒരു സംശയവുമില്ല. തൃശ്ശൂർ UDF കയ്യിൽ ഭദ്രമായിരിക്കുമെന്നാണ് ഇപ്പോൾ ടി എൻ പ്രതാപൻ MP സൂരജ് സജയോട് വ്യക്തമാക്കിയത്.